ഹരേ കൃഷ്ണ. നമസ്കാരം. ജ്യോതിഷ കൈരളിലേക്ക് സുസ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ വർഷത്തെ നമ്മുടെ, അതായത് ഇടവക്കൂറുകാരുടെ ഈ വർഷത്തെ നമ്മുടെ ജാതകാലുള്ള പ്ലാനിങ് ആണ്. പ്ലാനിങ് മീൻസ് നമ്മൾ ഈ വർഷം ജീവിതം വിജയിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ജാഗ്രത പുലർത്തണം, നമുക്ക് ഈ വർഷം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടവക്കൂറെന്ന് പറയുമ്പോൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദം പകുതി, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ പൊതുവിൽ നമുക്ക് തന്നെ അറിയാം, ഒരുവിധം സമയം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരത്തെ നിന്നിരുന്ന ബ്ലോക്കുകളും ഒക്കെ മാറി കാര്യങ്ങൾ സ്മൂത്തായിട്ട് വരികയും ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന, ഗുണകരമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. പക്ഷേ നമ്മൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2-ലാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത്. ഒരു ജൂൺ കഴിയുമ്പോൾ ഇത് 3-ലേക്ക് മാറും. 3-ലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഭഗവാൻ സർവേശ്വരകാരകനായ വ്യാഴം നമുക്ക് ഉണ്ടാക്കി തന്ന ഗുണകരമായ ധന ഗുണങ്ങളെല്ലാം അതിൽ നിന്ന് ഒരുപാട് ചിലവും അതുപോലെ തന്നെ അന്യർക്ക് വേണ്ടി അനിഷ്ടമായി നമ്മുടെ ധനം ചോർന്നു പോകാനുമൊക്കെ സാധ്യതയുണ്ട്. അതെപ്പോഴും ഒരു 6 മാസം കഴിയുമ്പോൾ, ഒരു ജൂൺ മുതൽ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ പുലർത്തണം. രണ്ടാമത്തേത്, അപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കുക, ആഡംബരം ആർഭാടം ഒഴിവാക്കുക, ആവശ്യത്തിന് മാത്രം ധനം വിനിയോഗിച്ച് ശീലിക്കുക. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനി അങ്ങോട്ടുള്ള, അതായത് നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ വ്യാഴൻ 2-ൽ നിന്ന് 3-ലേക്ക് മാറുമെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ നമുക്കിപ്പോൾ നിലവിൽ 4-ലാണ് കേതു നിൽക്കുന്നത്. 4 എന്ന് പറയുന്നത് നമ്മളെ കുടുംബ സ്വസ്ഥത കുറച്ച് കുറയും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരുമായിട്ടും, അതായത് നമ്മളെ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നമ്മുടെ കൊളീഗ്സ്, സപ്പോർട്ടേഴ്സ്, ഇങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ഒരു നയപരമായിട്ട് ഇടപഴകുകയും നമ്മൾ മനസ്സിൽ കരുതണം, അവരാരെയും ഇപ്പോൾ പിണക്കാൻ പാടില്ല. നമ്മുടെ സമയം ആ ഒരു കാര്യത്തിൽ നമ്മുടെ ബിഹേവിയർ പാറ്റേണിൽ കുറച്ച് ചേഞ്ച് വരുത്തുക. ക്യാരക്ടർ വൈസ് നമ്മൾ കുറച്ചുകൂടി ക്ഷമയും സംയമനവും പുലർത്തി ശീലിച്ചാൽ നന്നായിരിക്കും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്, അതല്ലെങ്കിൽ നമ്മൾ പുതുതായി ചെയ്യാൻ പോകുന്ന പ്രവർത്തന മേഖലകളിലെല്ലാം പ്രോഗ്രസ് ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ കർമ്മ ഗുണം വരുന്നൊരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മളെ സംബന്ധിച്ച്, അതായത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, ഇടവക്കൂറിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ സഹായിക്കുന്ന അത് ശനിയാണ്. 11-ൽ വന്നു. മാത്രമല്ല, ആ ശനി എന്ന് പറയുന്നത് 9-ഉം 10-ഉം ഭാവാധിപത്യമുള്ള ശനിയാണ്. ഭാഗ്യവും അതുപോലെ തന്നെ നമ്മുടെ കർമ്മവും തരുന്ന ശനിയാണ്. അപ്പോൾ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഭഗവാൻ അവസരങ്ങൾ കൊണ്ടുവരും, അത് ഉപയോഗിക്കണം നമ്മൾ. ഈ ഒരു പീരീഡ് അങ്ങനെയാണ്. ഈ ഒരു വർഷം നമുക്ക് ധാരാളം പുതിയ ജോലിക്ക്, പുതിയ കർമ്മങ്ങൾക്ക്, പുതിയ ബിസിനസ്സിന്, അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ, ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കലാരംഗത്തുള്ളവർക്കാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ, ഇതെല്ലാം നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരും. അവിടെ നമ്മൾ വളരെ നയപരമായിട്ട് അത് ഉപയോഗപ്പെടുത്തി നമ്മളിലേക്ക് അവസരങ്ങൾ കൊണ്ടുവരുന്നവരുമായിട്ടൊരു നയപരമായിട്ട്, മാനുഷികമായിട്ട് അവരുമായിട്ടൊരു സൗഹൃദം പുലർത്തി ഇതെല്ലാം പ്രയോജനപ്പെടുത്തിയാൽ ഫ്യൂച്ചറിൽ അത് ഗുണം ചെയ്യും. അതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 11-ൽ ശനി നിൽക്കുന്നത് നിങ്ങൾ കണക്കാക്കണ്ട. 2027 ശനി മാറുന്നത് നിങ്ങൾക്ക് 7.5 ശനി തുടങ്ങും. അതുകൊണ്ട് ഇപ്പോഴേ, ഇതാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വരുമ്പോൾ ഓടിച്ചെന്ന് അസ്ട്രോളജറെ കണ്ട് എന്തെങ്കിലും വഴിപാട് ചെയ്യുന്നതല്ല ബുദ്ധി.
അങ്ങനെ നമുക്ക് റെമഡി ഉണ്ടാകത്തില്ല. നമ്മുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെ വരുമെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പോൾ ഈശ്വരൻ വന്ന് നമുക്കൊന്നും ചെയ്തു തരില്ല. പകരം നമുക്ക് ജീവിതം വിജയിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുതരും. അതിൽ നമ്മൾ തന്നെ ഭഗവാൻ യുക്തിയും ബുദ്ധിയുമായിട്ട് വിളങ്ങും. ആ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുന്നവർ വിജയിക്കും. നമ്മൾ ലൈഫിൽ വിജയിച്ചവരുടെ ഒരു വിജയഗാഥകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അവരെല്ലാം വളരെ സാധാരണ മട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നു. എങ്ങനെ കഷ്ടപ്പെട്ടു? അവർ നല്ല പ്ലാനിങ്ങും യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് അതിലൂടെ കയറി വന്നവരാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവർ നല്ല അവസ്ഥയിൽ എത്തിയവരല്ല. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഈശ്വരൻ തരുന്ന യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ 2ഉം 5ഉം ഭാവാധിപതിയായ പ്രജ്ഞാമേധ പ്രതിഭാസ്ഥാനാധിപതിയായ ബുധൻ പൊതുവിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പല മാസങ്ങളിൽ ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ആ വരുന്ന സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ ചാരവശാൽ മാത്രം പോരാ. നമ്മുടെ ജാതകാൽ ഈ ഒരു ജാതകം വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇത് നമ്മുടെ ബുദ്ധിയാണ്, ബുധനാണ്. നമ്മുടെ 5ാം ഭാവമാണ്. അത് ആ 5ാം ഭാവത്തിന് മേധാശക്തിയുള്ള ആൾ, പ്രജ്ഞയിൽ വിവേകവും യുക്തിയും ബുദ്ധിയും ഉള്ള ഒരാൾ വിജയിക്കും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ജാതകാലം അതുണ്ടോ ഇല്ലെങ്കിൽ അത് ഉണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന് നോക്കണം. മറ്റൊന്ന്, എപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഈ ഭൂമിപരമായ ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങിക്കുക, നിലവിലുള്ള ഭൂമി വിൽക്കുക, അതുപോലെ തന്നെ നമ്മളെ വീട് പുതുക്കി പണിയുക, ഇങ്ങനെയൊക്കെയുള്ള പുതിയ അത്തരം കാര്യങ്ങൾ, അതായത് ഭൂമിയും കൺസ്ട്രക്ഷനായിട്ടുള്ള ബന്ധങ്ങളിലുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ മെച്ചം അല്ലെങ്കിൽ ഗുണം വരില്ല എന്ന് വിചാരിച്ചോളണം ഈ ഒരു വർഷം. അപ്പോൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ നമ്മൾ വലുതായിട്ട് ഇപ്പോൾ മുൻകൈ എടുക്കണ്ട, സാമ്പത്തികം മുടക്കണ്ട. മാത്രമല്ല, ജൂൺ മുതൽ പിന്നെ അങ്ങോട്ട് ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയും ധനത്തെ നമ്മൾ മാനിച്ച് നമ്മുടെ ധനത്തെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ധനം കൂടെ നിൽക്കില്ല. അപ്പോൾ ഇപ്പം വലിയ കുഴപ്പം വരില്ല. ഫ്യൂച്ചറിൽ, അത് ഈ വർഷം കൂടെ കഴിയുമ്പോൾ 2027 തൊട്ട് നിങ്ങൾ 27 ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ധനപരമായിട്ട് വലിയ വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അതിനൊക്കെ ഇപ്പോഴേ ജാഗ്രത പുലർത്തണമെന്ന് ഞാൻ പറയുകയാണ്. മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും വഴികളിൽ ഇപ്പം വരുന്ന ധനം, കടങ്ങൾ തീർക്കുക, അതുപോലെ തന്നെ ധനം ഉള്ളവരാണെങ്കിൽ ധനം വരുമ്പോൾ പല വഴികളിലൂടെ വരാൻ സാധ്യതയുണ്ട്. ആ വരുന്നതിനെ ഫ്യൂച്ചറിലേക്ക് ബുദ്ധിപൂർവ്വമുള്ള ഡെപ്പോസിറ്റുകളോ ഗോൾഡോ അല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റാം. അങ്ങനെ ചെയ്താൽ ഫ്യൂച്ചറിൽ അത് ഗുണമായിട്ട് വരും. ഇങ്ങനെ പ്ലാനിങ് കൊണ്ട് വേണം ലൈഫിനെ വിജയിപ്പിക്കാൻ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാർക്ക് ഞാൻ നേരത്തെ ഈ 4ലാണ് കേതു എന്ന് പറഞ്ഞു. ഈ കുടുംബപരമായിട്ടുള്ള സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ കേസോ വഴക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് ന്യൂട്രായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം അതിൽ നമ്മൾ കടുംപിടുത്തം പിടിച്ചാൽ നമുക്ക് നഷ്ടങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മളെ വാഹന കാര്യങ്ങളിൽ, പുതിയ വാഹനം എടുക്കുക അല്ലെങ്കിൽ വാഹനം നിലവിലുള്ളത് കൊടുത്ത് പുതിയ എടുക്കുക, അതിനകത്തൊക്കെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹന ബിസിനസ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ലൈഫിൽ ഇപ്പോൾ ഈ ഒരു വർഷം അത്ര നന്നായിരിക്കില്ല. ഇങ്ങനെ ജീവിതത്തിൽ ടോട്ടലി നമ്മൾ ജീവിതം ഒന്ന് പ്ലാൻ ചെയ്ത് റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ഒരു വർഷമാണ് 2026. അങ്ങനെ ചെയ്താൽ നഷ്ടങ്ങളില്ലാതെ ഈ വർഷം കടന്നു പോകും. ഇനി മറ്റൊന്ന്, നമ്മൾ നമ്മുടെ കുടുംബസ്ഥാനത്താണ് ധനം, വാക്ക്, കുടുംബം, ഈ സ്ഥാനത്താണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത്. നല്ലതാണ്. പക്ഷേ ജൂൺ കഴിയുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായി നമ്മളെ വാക്കുകൾ കൊണ്ട്, നമ്മൾ ഇടപഴകുന്ന ആൾക്കാരുമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ടെംപ്റ്റേഷൻ കൊണ്ട് നമ്മളെ സഹായിക്കേണ്ടവർ സഹായിക്കാതെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. അതിന് ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ ക്ഷമയും സമീപനവും വേണ്ടതെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പീരീഡിൽ വരുമ്പോൾ കുടുംബത്തിലും അതെ, നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായിട്ടൊക്കെ കുറച്ചൊരു സ്നേഹവും ഒരു ക്ഷമയും സംയമനവും പുലർത്തണം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ
മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാം ഭാവാധിപതിയായ മനസ്സ്. ആ മനസ്സ് പല അവസരങ്ങളിലും ടെംപ്റ്റേഷനും ടെൻഷനും ഉണ്ടാകാവുന്നൊരു വർഷമാണ് ഈ വർഷം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും നമ്മളെ ഏറ്റവും ഏത് കാര്യങ്ങളിലും മറ്റൊരാൾ പറഞ്ഞാൽ നമ്മൾ അധികം ശ്രദ്ധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. വെളിയിൽ നിന്ന് നമുക്ക് കൗൺസിലിംഗ് പോലെ അതിനൊരു അഡ്വൈസ് തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സ്നേഹബുദ്ധിയാ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളോ ഒരു കൗൺസിലിംഗ് പോലെ നമുക്ക് സപ്പോർട്ട് തരുന്നവരുടെയോ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്പിരിച്വലായിട്ടുള്ള ടോക്സ് കേൾക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പം ഡോക്ടർ ജയപ്രകാശ് സാറ്, അതുപോലെ തന്നെ ഒരു ശരത് ഹരിദാസ് ജി, അദ്ദേഹത്തിൻ്റെയൊക്കെ ടോക്കുകൾ നമ്മൾ യൂട്യൂബിൽ കിട്ടും. കേൾക്കുമ്പോൾ നമുക്ക് മെൻ്റലി കുറച്ചുകൂടി പക്വതയും നോ പറയേണ്ടടുത്ത് നോ പറയാനും എവിടെയൊക്കെ എത്ര ഇടപഴകണമെന്നുള്ളതിന് നമുക്ക് തന്നെ, കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനെ നിയന്ത്രിക്കാൻ ചില സപ്പോർട്ട് തന്നെ വേണം. അങ്ങനെ നേടിപ്പോയാൽ ഈ വർഷം വിജയിക്കാൻ പറ്റും. വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളിലേക്കും പോകും ആദ്യ പകുതി. അതൊരു സെക്കൻഡ് ഹാഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തലവെക്കാനും സാധ്യതയുണ്ട്. പഴയ ശത്രുക്കളോ അല്ലെങ്കിൽ നമ്മളെ അസൂയാലുക്കളൊക്കെ നമുക്കെതിരെ ജൂൺ കഴിയുമ്പം നമുക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ജാഗ്രതയും ക്ഷമയും സംയമനവും പുലർത്തി വളരെ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്ത് പോയാൽ ഈ വർഷം വിജയിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മുടെ ജാതകാല് കൂടി ഇത്തരത്തിൽ എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ദശാപകാരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നൂടെ കണ്ട് അതനുസരിച്ച് പരിഹാരം ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കഴിയുന്നതും നിങ്ങളെ ആവശ്യങ്ങൾക്ക് അതിനകത്ത് വാട്സപ്പ് ചെയ്താൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് തിരിച്ച് മറുപടി തന്നോളും. എല്ലാവരെയും ആ സർവേശ്വരകാരകനായ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.